സൗദിയും തുർക്കിയും പാകിസ്ഥാനും ചേർന്നുള്ള മെക്ക പാക്ട് അല്ലെങ്കിൽ ഇസ്ലാമിക് നാറ്റോയിലേക്ക് ഈജിപ്തിനെ കൂടി ചാക്കിലാക്കാമെന്ന് കരുതിയ പാകിസ്ഥാന് കിട്ടിയത് നല്ലൊരു പണിയാണ്. ആഫ്രിക്കയിലെ ഏറ്റവും വലിയ സൈന്യവും സൂയസ് കനാലിന്റെ നിയന്ത്രണവുമുള്ള ഈജിപ്ത് തങ്ങളുടെ കൂടെ വരുമെന്നും അങ്ങനെ ഇന്ത്യക്കും ഇസ്രയേലിനുമെതിരെ ഒരു വലിയ സൈനിക ശക്തിയായി മാറാമെന്നുമായിരുന്നു തുർക്കി പ്രസിഡന്റ് എർദോഗാന്റെയും അതുപോലെ തന്നെ പാകിസ്ഥാന്റെയും സ്വപ്നം. എന്നാൽ തുർക്കി വിദേശകാര്യമന്ത്രി പരസ്യമായിട്ട് ക്ഷണിച്ചിട്ടും ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൽ ഫത്താഹ് അൽ സിസി ആ സഖ്യത്തിലേക്ക് എത്താതെ തന്ത്രപരമായിട്ടുള്ള അകലമാണ് പാലിക്കുന്നത്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ നിൽക്കുമ്പോഴും പാകിസ്ഥാന്റെയും സൗദിയുടെയും പണത്തിന് മുന്നിൽ വീഴാതെ ഈജിപ്ത് ഇങ്ങനൊരു തീരുമാനമെടുക്കാൻ ചില കാരണങ്ങളുണ്ട്. അതിന്റെ പ്രധാന കാരണമായിട്ട് ആദ്യം തന്നെ പറയേണ്ടത് നമ്മുടെ ഇന്ത്യയെ തന്നെയാണ്. എന്താണ് യഥാർത്ഥത്തിൽ ഇതിനു പിന്നിൽ സംഭവിച്ചത്? അത് നമുക്ക് വ്യക്തമായിട്ട് ഓരോന്നായി പരിശോധിക്കാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അതൊന്ന് പരിഗണിക്കണം. ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കുന്നത്, നിങ്ങളുടെ വലിയ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് കൂടുതൽ വീഡിയോകളുമായിട്ട് നിങ്ങളിലേക്ക് എത്താനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണമെന്ന് ഒന്നുകൂടി അഭ്യർത്ഥിക്കുന്നു. ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് തുർക്കിയുടെയും പാകിസ്ഥാന്റെയും ഉള്ളിലിരിപ്പാണ്. കഴിഞ്ഞ 10 വർഷമായി തുർക്കിയും ഈജിപ്തും തമ്മിൽ കടുത്ത ശത്രുതയിലായിരുന്നു. എന്നാൽ അടുത്തിടെ സൗഹൃദത്തിലായ തുർക്കി മെഡിറ്ററേനിയൻ കടലിലും പശ്ചിമേഷ്യയിലും തങ്ങളുടെ ആധിപത്യം ഉറപ്പിക്കാൻ ഈജിപ്തിന്റെ കൂറ്റൻ സൈന്യത്തെ ഒരു കവചമായി ഉപയോഗിക്കാൻ നോക്കുകയായിരുന്നു. 4.5 ലക്ഷം സൈനികരും ആധുനിക അമേരിക്കൻ ആയുധങ്ങളുമുള്ള ഈജിപ്തിനെ ഒപ്പം നിർത്തിയാൽ അറബ് ലോകത്തെ ഏറ്റവും വലിയ അച്ചുതണ്ടാകാമെന്നായിരുന്നു തുർക്കിയുടെയും പാകിസ്ഥാന്റെയും പ്ലാൻ. എന്നാൽ ഈജിപ്ത് വളരെ കൃത്യമായിട്ട് ചിന്തിച്ചു. അവരുടെ ഒന്നാമത്തെ മുൻഗണന ഇന്ത്യയുമായുള്ള തങ്ങളുടെ ആഴത്തിലുള്ള സൗഹൃദമായിരുന്നു. ഇന്ത്യയും ഈജിപ്തും തമ്മിലുള്ളത് വെറുമൊരു കച്ചവട ബന്ധമല്ല, വലിയൊരു ചരിത്രമാണ്. 1956 ബ്രിട്ടനും ഫ്രാൻസും സൂയസ് കനാൽ പിടിച്ചെടുക്കാൻ വന്നപ്പോൾ ഈജിപ്തിനൊപ്പം പാറ പോലെ ഉറച്ചു നിന്നത് ഇന്ത്യയായിരുന്നു. ആ കടപ്പാട് മറക്കാതെ 1961 ഗോവയെ മോചിപ്പിക്കാനായിട്ട് ഇന്ത്യൻ സൈന്യം നീങ്ങിയപ്പോൾ പോർച്ചുഗീസ് പടക്കപ്പലുകൾ സൂയസ് കനാൽ വഴി വരുന്നത് തടഞ്ഞ് ഇന്ത്യയെ സഹായിച്ച ചരിത്രമാണ് ഈജിപ്തിനുള്ളത്. ആ ആഴത്തിലുള്ള ബന്ധം ഇന്നും ഇരു രാജ്യങ്ങളും കാത്തു സൂക്ഷിക്കുന്നുണ്ട്. 2023 പ്രസിഡന്റ് സിസി ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന മുഖ്യാതിഥിയായി എത്തിയത് ഈ ബന്ധത്തെ കൂടുതൽ ശക്തമാക്കി കാണിക്കുന്നുണ്ട്. ഇന്ന് ഈജിപ്തിൽ 700-ലധികം ഇന്ത്യൻ കമ്പനികൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 45,000 കോടി രൂപയിലധികം നിക്ഷേപമുള്ള ഇന്ത്യ 40,000 ഈജിപ്തുകാർക്കാണ് അവിടെ ജോലി നൽകുന്നത്. പോരാത്തതിന് ഇന്ത്യയും ഈജിപ്തും UAEയും ചേർന്നുള്ള ഒരു പുതിയ സാമ്പത്തിക ലോജിസ്റ്റിക്സ് ഇടപാടുകൾ മിഡിൽ ഈസ്റ്റിൽ അതിവേഗം വളരുകയാണ്. ഇത്രയും ശക്തമായിട്ടുള്ള സാമ്പത്തിക നേട്ടവും ആത്മാർത്ഥമായ സൗഹൃദവും ഇന്ത്യയുമായി നിലനിൽക്കുമ്പോൾ ഇന്ത്യയുടെ ബദ്ധവൈരിയായിട്ടുള്ള പാകിസ്ഥാൻ ഉൾപ്പെടുന്ന ഒരു സൈനിക സഖ്യത്തിൽ പോയി ഒപ്പിട്ട് ഇന്ത്യയെ പിണക്കാൻ ഈജിപ്തും ഒരിക്കലും തയ്യാറാവില്ല. രണ്ടാമത്തെ കാരണം സൗദി അറേബ്യയും UAEയും തമ്മിൽ ഗൾഫിൽ പുകയുന്ന ഒരു ശീത സമരമാണ്. സൗദിയുടെ നേതൃത്വത്തിലുള്ള ഈ പുതിയ സൈനിക സഖ്യത്തെ UAE വളരെ സംശയത്തോടു കൂടിയാണ് നോക്കിക്കാണുന്നത്. UAEയുടെ പക്ഷത്ത് ഉറച്ചു നിൽക്കുന്ന ഈജിപ്ത് സൗദിയുടെ ചേരിയിലേക്ക് മാറാൻ ഒട്ടും ആഗ്രഹിക്കുന്നുമില്ല എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ്. ഇതിലൊക്കെ ഉപരിയായി മറ്റൊരു ഞെട്ടിക്കുന്ന അണിയറക്കഥ കൂടിയുണ്ട്. പുറമേ നിൽക്കുന്ന തുർക്കി വലിയ താല്പര്യം കാട്ടിയെങ്കിലും സൗദി അറേബ്യയ്ക്ക് ഉള്ളിന്റെ ഉള്ളിൽ ഈജിപ്തിനെ ഇതിലേക്ക് എടുക്കാൻ ഒട്ടും താല്പര്യമില്ല എന്നുള്ളത് മറ്റൊരു സത്യമാണ്. സിസി അധികാരത്തിൽ വന്നതിന് ശേഷം സൗദി $25 ബില്യൺ, അതായത് 2 ലക്ഷം കോടിയിലധികം രൂപ സാമ്പത്തിക സഹായം ഈജിപ്തിന് നൽകിയിട്ടുണ്ട്. എന്നാൽ യമൻ യുദ്ധത്തിൽ സൗദിയെ സഹായിക്കാൻ ഈജിപ്ത് പട്ടാളത്തെ അയച്ചില്ല എന്ന കടുത്ത അതൃപ്തി സൗദിക്കുണ്ട്. ഈജിപ്ത് പണം വാങ്ങാൻ മാത്രമേ ഉള്ളൂ, തിരിച്ചൊന്നും തരില്ല, അവരെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് സൗദിയുടെ ഒരു മുൻ ഉപദേഷ്ടാവ് തന്നെ തുറന്നടിച്ചത് നമുക്കറിയാം. പോരാത്തതിന് 1973 മുതൽ ഇസ്രയേലുമായി സമാധാന കരാറുള്ള രാജ്യമാണ് ഈജിപ്ത്. തുർക്കിയുടെ എതിരാളികളായ ഗ്രീസുമായും സൈപ്രസുമായും അവർക്ക് നല്ല സൗഹൃദമുണ്ട്. ഇസ്രായേലിനെ പോലും അംഗീകരിക്കാത്ത പാകിസ്ഥാനെ പോലൊരു രാജ്യവുമായി സൈനിക സഖ്യമുണ്ടാക്കി തങ്ങളുടെ അന്താരാഷ്ട്ര ഇമേജ് കളഞ്ഞുകുളിക്കാൻ ഈജിപ്ത് നിൽക്കില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ചുരുക്കി പറഞ്ഞാൽ, ഒരു ചേരിയിലും പോയി പെടാതെ സ്വന്തം നയതന്ത്ര സ്വാതന്ത്ര്യവും അന്തസ്സും കാത്തുസൂക്ഷിക്കുകയാണ് ഈജിപ്ത് ചെയ്തത്. ഇസ്ലാമിക ഐക്യം പറഞ്ഞ് ഈജിപ്തിനെ കൂടെ കൂട്ടി ഇന്ത്യയെ വിരട്ടാമെന്ന് കരുതിയ പാകിസ്ഥാന് ഇന്ത്യയുടെ ആഴത്തിലുള്ള നയതന്ത്രത്തിനും സാമ്പത്തിക കരുത്തിനും മുന്നിൽ ഒടുവിൽ അടിയറവ് പറയേണ്ടി വന്നു എന്നുള്ളതാണ് ഈ കഥയുടെ ചുരുക്കം. അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. ദയവായി അതൊന്ന് പരിഗണിക്കുക.